തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സമാഹരിച്ച 1500 കോടി രൂപ സർക്കാർ വെട്ടിച്ചത് കൈയോടെ പൊക്കി ഹൈക്കോടതി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം 2018 മുതൽ സമാഹരിച്ച തുകയാണ് സംസ്ഥാന സർക്കാർ കണക്കില്ലാതെ ചെലവഴിച്ചത്. തുക നിശ്ചയിച്ച സമയത്തിനുള്ളിൽ യഥാർത്ഥ കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് മാറ്റാൻ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക്. ജനം ബ്രേക്കിംഗ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം 2018 മുതൽ സംസ്ഥാന സർക്കാർ സമാഹരിച്ച രൂപയാണ് വകമാറ്റി ചെലവഴിച്ചത്. കണക്ക് പ്രകാരം 1500 കോടി രൂപ പദ്ധതിയിൽ നിന്നും വകമാറ്റിയിട്ടുണ്ട്. കൃഷി വകുപ്പ്, റവന്യൂ വകുപ്പ്, ധനവകുപ്പ് എന്നിവ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് നെൽവയൽ തണ്ണീർ സംരക്ഷണ നിയമപ്രകാരമുള്ള തുക സമാഹരിക്കുന്നത്. ഈ തുക നെൽകൃഷിയുമായി ബന്ധപ്പെട്ട കർഷക മേഖലയിൽ ജോലി ചെയ്യുന്ന കർഷകരുടെ ക്ഷേമത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് പദ്ധതി രൂപീകരിക്കുന്നതും ഫണ്ട് സമാഹരിച്ചതും. കൂടാതെ ഇത്തരത്തിൽ സമാഹരിക്കുന്ന തുക കാർഷിക മേഖലയിലെ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കണമെന്നാണ് 2008 നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ പ്രതിപാദിക്കുന്നത്. ഇവിടെയാണ് സംസ്ഥാന സർക്കാർ അട്ടിമറി നടത്തിയത്. കർഷകർക്കായി സമാഹരിച്ച തുകയിൽ 3% മാത്രമാണ് സർക്കാർ വിനിയോഗിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള തുകയാകട്ടെ സർക്കാർ വകമാറ്റി ചെലവാക്കി. ഏത് പദ്ധതിക്ക് വേണ്ടിയാണ് മാറ്റിയിട്ടുള്ളതെന്നും ഹൈക്കോടതിയിൽ സർക്കാർ മറുപടി നൽകിയിട്ടില്ല. അനധികൃതമായിട്ടുള്ള ഫണ്ട് വിനിയോഗത്തിൽ ലഭിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി അടിയന്തര തീരുമാനമെടുത്തത്. 2018 മുതലുള്ള 1500 കോടി രൂപ അടിയന്തരമായി തന്നെ കർഷകർക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ പ്രസ്തുത ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അതേസമയം ഉത്തരവ് വന്നിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. ഇതിലൂടെ കർഷക വഞ്ചനയാണ് ഇടത് സർക്കാർ നടത്തുന്നതെന്ന് വ്യക്തം. വിനീഷ്, ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, നമുക്കറിയാം കർഷക ആത്മഹത്യകൾ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കർഷകർക്ക് മതിയായ ഒരു സൗകര്യവും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു സഹായവും ലഭിക്കുന്നില്ല. കർഷകർ ആകെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന സമയത്താണ് ഇത്തരം കണക്കുകൾ കൂടി പുറത്തേക്ക് വരുന്നത്. സഹായിക്കേണ്ട സർക്കാർ തന്നെ കർഷകർ അവർക്ക് അർഹമായ തുകയിൽ നിന്ന് കൈയിട്ട് വാരുന്ന ഒരു രീതി, അത് ഒരിക്കലും ശരിയല്ല. ഇതിനെതിരെ ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നു. 2018 മുതൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സംസ്ഥാന സർക്കാർ സമാഹരിച്ച തുക, പ്രത്യേകിച്ച് കൃഷി വകുപ്പും റവന്യൂ വകുപ്പും ധനവകുപ്പും ഒരുമിച്ചാണ് ഈ പണം സമാഹരിച്ചത്. അതിൽ ഏകദേശം 1500 കോടിയിലധികം രൂപയുണ്ട്. 2018 മുതൽ സമാഹരിച്ചതാണ്. ആ തുകയുടെ ഇന്ന ശീർഷകത്തിൽ ആണ് ആ തുക നിക്ഷേപിക്കേണ്ടത് എന്നാണ് ഭരണഭാഷയിൽ സർക്കാർ വ്യക്തമാക്കുന്നത്. പക്ഷേ ആ ശീർഷകത്തിൽ അല്ലെങ്കിൽ പറയുന്ന ഫണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ അത് നിക്ഷേപിക്കാതെ വകമാറ്റി ചിലവഴിച്ചിരുന്നു. ആ വകമാറ്റി ചിലവഴിച്ചത് എന്തിനു വേണ്ടി വകമാറ്റി ചിലവഴിച്ചു എന്ന സംബന്ധിച്ചുള്ള ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ ചോദ്യത്തിന് പോലും കൃത്യമായ മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൃത്യമായി തന്നെ നേരത്തെ സർക്കാർ 2018 ഈ ഒരു ഫണ്ട് സമാഹരിക്കുന്ന സമയത്ത് നടപ്പിലാക്കിയാൽ മാനദണ്ഡങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലുള്ള അതേ ഫണ്ടിലേക്ക് തന്നെ അല്ലെങ്കിൽ ആ ശീർഷകത്തിൽ തന്നെ ഈ പണം നിക്ഷേപിക്കണമെന്ന നിർദ്ദേശമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉത്തരവാണ് ഹൈക്കോടതി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് പറയാൻ കഴിയുക, ഈ ഒരു ഫണ്ട് 1500 കോടിയിലധികം രൂപ എന്ന് പറയുന്നത്, ഈ തുക
കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി, കർഷകരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, കർഷകരുടെ സമാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട ഫണ്ടാണ്. ആ പണമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നത്. അത് കൈയോടെ ഹൈക്കോടതി പിടികൂടിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവും വന്നിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് വന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും സംസ്ഥാന സർക്കാർ അനങ്ങാപ്പാറ നയമാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും നടപ്പിലാക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ ധനവകുപ്പിന് സാധിച്ചിട്ടില്ല. കാരണം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ പണം തിരിച്ചു വയ്ക്കാൻ സാധിക്കാത്ത ഒരു നട്ടം തിരിയുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്തായിരുന്നാലും കർഷക വഞ്ചന, കർഷക ദ്രോഹം തന്നെ സംസ്ഥാന സർക്കാർ പാവപ്പെട്ട കർഷകരോട് ഈ ഒരു വിഷയത്തിലൂടെ കാണിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, കർഷകർക്ക് ലഭിക്കേണ്ട സമാശ്വാസ പദ്ധതികൾ ഇതെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട്, അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫണ്ട് സംസ്ഥാന സർക്കാർ വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നത്. അത് എവിടേക്കാണ് ചിലവഴിച്ചത് എന്ന് ഹൈക്കോടതി ചോദിക്കുന്ന സമയത്ത് പോലും കൃത്യമായ മറുപടി പറയാൻ ധനവകുപ്പിന് സാധിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ ഈ ഫണ്ട് ഉടനെ തന്നെ ഈ ശീർഷകത്തിൽ തന്നെ തിരിച്ചടച്ചുകൊണ്ട് ഉടനെ കർഷകരുടെ സമാശ്വാസ പദ്ധതികൾക്കായി വിനിയോഗിക്കണമെന്ന നിർദ്ദേശവും സർക്കാരിന് നൽകിയിരിക്കുന്നത്. തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സമാഹരിച്ച 1500 കോടി രൂപ സർക്കാർ വെട്ടിച്ചത് കൈയോടെ പോക്കി ഹൈക്കോടതി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം 2018 മുതൽ സമാഹരിച്ച തുകയാണ് സംസ്ഥാന സർക്കാർ കണക്കില്ലാതെ ചെലവഴിച്ചത്. തുക നിശ്ചിത സമയത്തിൽ ഉള്ളിൽ യഥാർത്ഥ കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് മാറ്റാൻ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക്. വി വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.